Hi, welcome to my YouTube channel. So MSW04 important questions ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പേജ് നമ്പർ 5-ൽ തന്നെ കാണുന്ന ഒരു ഇൻട്രൊഡക്ഷനിലെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അതൊരു പാരഗ്രാഫായിട്ട് ചോദിക്കാറുണ്ട്, 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സ്. പിന്നെ പേജ് നമ്പർ 7-ൻ്റെ അകത്ത് മൈഗ്രേഷൻ സ്ട്രീംസ് ചോദിക്കാറുണ്ട്, അത് 20 മാർക്സിന് എസ്സേ ആണ് ചോദിക്കാറുള്ളത്. പിന്നെ പേജ് നമ്പർ ഡിറ്റർമിനൻറ്റ് ഓഫ് മൈഗ്രേഷൻ പേജ് നമ്പർ 13 ആണ്. അത് അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് മൈഗ്രേഷൻ നെക്സ്റ്റ് പേജിലുണ്ടാവും കേട്ടോ. കോൺസിക്വൻസ് ഓഫ് മൈഗ്രേഷൻ പേജ് നമ്പർ 15 ഇത് രണ്ടും 10 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. പിന്നെ തിയറീസ് ഓഫ് മൈഗ്രേഷൻ 10 മാർക്സ് ആണ്. പേജ് നമ്പർ 17 ആണ്, 10 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. അതിൽ കുറേ ഒരു തിയറിയിൽ തന്നെ കുറേ സബ് ഹെഡിങ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സബ് ഹെഡിങ്സ് സ്കിപ്പ് ചെയ്യാണ്ട് എഴുതാൻ നോക്കാം, ഏതെങ്കിലും ഒരു തിയറി ചോദിച്ചാൽ തന്നെ കേട്ടോ. അതിൽ മിക്കവാറും ചോദിക്കാറുള്ള തിയറീസിൽ ഈ റാവൻസ്റ്റീൻ ലോസ് ഓഫ് മൈഗ്രേഷൻ ആണ് ചെറിയ സ്ഥലത്ത് വരല്. ലീ മോഡൽ റെയറായിട്ടാണ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. എന്തായാലും അത് നോക്കുക കേട്ടോ, അത് രണ്ടും എന്തായാലും നോക്കുക. പിന്നെ വരുന്നത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2-ൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഓഫ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി പേജ് നമ്പർ 25 ആണ്. 10 മാർക്സിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി ഉണ്ട്, അപ്പോൾ അതൊന്ന് ചുരുക്കിയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് അത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ അർബനൈസേഷൻ ആസ് എ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, പേജ് നമ്പർ 31 ആണ്. 5 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. അതിൻ്റെ അകത്തും ഈ പറഞ്ഞതുപോലെ കുറച്ച് ചെറിയ ചെറിയ സബ് ഹെഡിങ്സ് ഉണ്ട്. ആ ഒരു സബ് ഹെഡിങ്സ് തന്നെ അർബനൈസേഷൻ ആസ് എൻ ഇക്കണോമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനും കൂടി 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ വരുന്നതാണ് റൂറൽ ആൻഡ് അർബൻ കണ്ടിന്യൂം, അത് പേജ് നമ്പർ 35 ആണ്. പിന്നെ റൂറൽ ആൻഡ് തന്നെ അർബൻ ഫ്രിഞ്ച്, ഇത് രണ്ടും ഫ്രിഞ്ച് എന്ന് പറഞ്ഞേക്കുന്നത് രണ്ടും 100 മാർക്സിന്, അതായത് 4 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സ് കേട്ടോ, ഇതാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂണിറ്റ് 3 നോക്കാം. യൂണിറ്റ് 3-ൻ്റെ അകത്ത് കണ്ടീഷൻസ് ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അത് ലൈക്ക് 3.4-ലുണ്ട്. 3.4-ൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, പേജ് നമ്പർ 42 ആണ് കേട്ടോ. പിന്നെ അത് തന്നെ 43-ൽ റോസ്റ്റോസ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അതും 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ ലീഡ് ടു സോഷ്യൽ ചേഞ്ച്, ഇത് വരുന്നത് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. 10 മാർക്സിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതിൽ ചോദിക്കുന്നത് ഹൗ ഡസ് ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ് ടു സോഷ്യൽ ചേഞ്ച് എന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ ലീഡ് ടു സോഷ്യൽ ചേഞ്ച്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാറുണ്ട്. ഇതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ, അത്ര വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ അതല്ല യൂണിറ്റ് 4-ൻ്റെ അകത്ത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷനിൽ ഡയമെൻഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ 4.2 പേജ് നമ്പർ 57-ൽ ചോദിക്കുന്നതാണ്. പിന്നെ ബിസിനസ് വിത്തൗട്ട് ബോർഡർ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. പേജ് നമ്പർ 61-ൽ വാട്ട് ഡ്രൈവ്സ് ഗ്ലോബലൈസേഷൻ്റെ അകത്തുള്ള 3rd പിന്നെ സബ് ഹെഡിങ് ആണ് അത് ചോദിക്കുന്നത്. പിന്നെ ഡെബിറ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ, അത് രണ്ടും 63 പേജിലാണ്. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ 20 മാർക്സിനാണ് ചോദിക്കുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി അത് 10 മാർക്സിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ മാർക്ക് ചെയ്യാൻ വിട്ടു കേട്ടോ, 67-ൽ ന്യൂ എക്കണോമിക് പോളിസി ഉണ്ട്, അതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോവാം. പിന്നെ വരുന്നതാണ് പേജ് യൂണിറ്റ് 5-ൻ്റെ അകത്ത്. ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ട്രെൻഡ്സ്, നിങ്ങൾക്ക് ഇതിനകത്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് നമ്പർ 72-ൻ്റെ അകത്ത് ഒബ്ജക്റ്റീവ്സിൽ തന്നെ കാണാം ട്രെൻഡ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പേജ് നമ്പർ ബാക്കിലോട്ട്, അതായത് പേജ് നമ്പർ 78-ലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ചേഞ്ചസ് ഇൻ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആഫ്റ്റർ റിഫോംസ്, അത് ഹൗ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ചേഞ്ചസ്, അത് പേജ് നമ്പർ 74-ൽ വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻസ്, ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ, ഇങ്ങനെയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ പേജ് നമ്പർ 76-ൽ ലിബറലൈസ്ഡ് എക്കണോമി ഇൻ ഇന്ത്യ, അത് 10 മാർക്സിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 77-ൽ, ഇത് ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വരുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നിങ്ങളെ പേജ് നമ്പർ 84-ൽ ദ ഗ്രോത്ത് ഓഫ് ന്യൂ സെക്ടേഴ്സ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ്, അത് ഞാൻ എവിടെയോ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത് കാണുന്നില്ലല്ലോ ഇതിൻ്റെ അകത്ത്.
ഓക്കെ, ദ ഗ്രോത്ത് ഓഫ് ന്യൂ സെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് പുതുതായിട്ടുള്ള ഇപ്പോൾ ഞങ്ങൾക്ക് പല ടൈപ്പ് എംപ്ലോയ്മെൻ്റ് ഒക്കെ ഇല്ലേ, മറ്റേ നമ്മൾ എന്താ പറയുക കസ്റ്റമർ കെയർ അങ്ങനത്തെ ഒക്കെ കുറേ പുതിയതായിട്ട് ബോൺ ചെയ്തിട്ടുള്ള കുറേ എന്താ പറയുക ജോബ്സ് ഉണ്ട്, പിന്നെ കൺസൾട്ടൻസി സർവീസസ്, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊരു 5 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് നോക്കാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും 5 മാർക്കിനാണ് വരുന്നത് കേട്ടോ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അത് പേജ് നമ്പർ 6-ലാണുള്ളത്. ബ്ലോക്ക് 2 ആണ്, ബ്ലോക്ക് 2 ആണ്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്നാ മനസ്സിലാവുന്നില്ല. ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 10 ആണ്. അതിൻ്റെ അകത്തുണ്ട് 5 മാർക്സിന്. പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI ആണ്. ചിലപ്പോൾ അത് HDI എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അതും 5 മാർക്സിലാണ്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് അതും 5 മാർക്സിനാണ്. പിന്നെ GDI ആൻഡ് GDM പേജ് നമ്പർ 13-ലുണ്ട് കേട്ടോ. ആ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ MDG എന്ന് മാത്രമായിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. MDG എന്ന് പറഞ്ഞിട്ട് അത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, പേജ് നമ്പർ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് പേജ് നമ്പർ 16-ൻ്റെ അകത്ത് ഏറ്റവും ഫസ്റ്റ് പോയിൻ്റ് ആണ്. അതായത് മെയിൻ ഹെഡിങ് നമ്മുടെ ഇതാണ്, ഏതാണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് 1.5 എന്ന് പറഞ്ഞിട്ടില്ല. പേജ് നമ്പർ 13-ൽ തുടങ്ങുന്ന ഭാഗത്തിൽ വരുന്നതിൻ്റെ അത് അവസാനിക്കുന്നത് പേജ് നമ്പർ 16-17-ലാണ്. അപ്പോൾ 16-ൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ MDG എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് നോക്കുക. അതിൽ കുറച്ച് മാത്രമേ പോയിൻ്റേ ഉള്ളൂ. 5 മാർക്സിനാണ് ചോദിക്കാറ്. എന്നാൽ ഇച്ചിരി നെറ്റിലൊക്കെ നോക്കിയിട്ട് ഒരു 2-3 പോയിൻറ്റും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ നാഷൻസ് ടു എൻഡ് ഹ്യൂമൻ പോവേർട്ടി 2003 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിപ്പോൾ ഞാൻ എവിടെയാണ് പോയി നോക്കുക. അതുതന്നെയാണ് അതിൻ്റെ കൂടെയുള്ളത്. ലൈക്ക് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എ കോമ്പാക്റ്റ് അമൻ നാഷണൽ ടു ആൻഡ് ഹ്യൂമൻ പോവേർട്ടി അതാണത്. എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ ഇത് തന്നെയാണോ എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് എന്താ കഥ. പിന്നെ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് യൂണിറ്റ് 2-ൻ്റെ അകത്ത് ഉള്ള നോക്കാം. അതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡെവലപ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഡിബേറ്റ്സ് 10 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് 2.3 ആണ്. പേജ് നമ്പർ 21 ആണ്. പിന്നെ ചോദിക്കുന്നത് കേറ്റോസ് പ്രോട്ടോക്കോൾ പേജ് നമ്പർ 24-ൽ 4 മാർക്സിനാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പേജ് നമ്പർ 25-ൽ അതും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ചോദിക്കാറുണ്ട്. അത് 26-ലാണ് കിടപ്പുള്ളത്. പിന്നെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇവിടെ പേജ് നമ്പർ 27-ൽ ഒരു ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ വേറെ വരുന്നത് ക്രിട്ടിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത് 20 മാർക്സിന് വരാറുണ്ട്. ഐദർ ക്രിട്ടിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 20 മാർക്സിന് അല്ലെങ്കിൽ 10 മാർക്സിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത് പഠിക്കാൻ നല്ല എളുപ്പമുള്ള ഭാഗമാണ്. ഇതിലുള്ളത് പൊളിറ്റിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 32 ആണ് പേജ് നമ്പറിൽ കാണുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത് 33 ആണ് പേജ് നമ്പർ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നമുക്ക് അടുത്ത ചാപ്റ്റർ 3-ൽ എന്തൊക്കെയാണെന്ന് നോക്കാം. 3-ൻ്റെ അകത്ത് ചോദിക്കുന്നതാണ് എൻലൈറ്റ്മെൻറ്റ് അത് 4 മാർക്സിന് വരുന്നതാണ്. ആ ബോക്സിലുണ്ട് പേജ് നമ്പർ 39. പിന്നെ നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 40-ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രസ് ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രസ് പിന്നെ ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് ഇങ്ങനെ ഒന്നുകിൽ ഐദർ 4 മാർക്സിന് ചോദിക്കാം അല്ലെങ്കിൽ പ്രോഗ്രസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് 10 മാർക്സിന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മോഡേണൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ 42-ലുണ്ട്. പിന്നെ തിയറീസ് ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് പേജ് നമ്പർ 45-ലുണ്ട്. പിന്നെ മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് പേജ് നമ്പർ 47-ലുണ്ട്. അതുപോലെ പേജ് നമ്പർ 46-ലൊരു ക്വസ്റ്റ്യൻ ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, ഇവിടെ എഴുതാൻ വിട്ടുപോയത് ഫ്രാങ്ക്സ് തിയറി ഓഫ് ഡിപ്പെൻഡൻസിയിലും ലിപ്റ്റൺസ് തിയറീസ് ഓഫ് അർബൻ ബയസ് ഇത് രണ്ടും അധികവും വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് ഇവിടെ എഴുതാൻ മറന്നുപോയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് യൂണിറ്റ് 4 നോക്കാം. യൂണിറ്റ് 4 ഇതാണ്. യൂണിറ്റ് 4-ൽ സെക്സ് ആൻഡ് ജെൻഡർ വരാറുണ്ട്. പേജ് നമ്പർ 51 ആണ്. അത് 4 മാർക്സിനാണ് ചോദിക്കുന്നത്. ഇവിടെ മാർക്സ് ഞാൻ മാർക്ക് ചെയ്തതുകൊണ്ടാണ് എടുത്ത് പറയാതെ കേട്ടോ. അതിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക.
പിന്നെ പേജ് നമ്പർ 52-ൽ പാട്രിയാർക്കി 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പിന്നെ പെർസ്പെക്റ്റീവ്സ് ഓഫ് വുമൺ ആൻഡ് ഡെവലപ്മെൻറ്റ്, അത് 20 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എന്തായാലും വരും കേട്ടോ. പിന്നെ വുമൺ ഇൻ ഡെവലപ്മെൻറ്റ് WID എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കാറുള്ളത്. പേജ് നമ്പർ 53 ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന WED, WAD, WID ഇതൊക്കെ ഈ പേജിൽ തന്നെ കിടപ്പുണ്ട്. 54, 55-ൽ തന്നെ ഉണ്ട്. പിന്നെ വരുന്നതാണ് ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസീസ് ഓൺ വുമൺ. ഇതാണ് നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻസ്. അത് 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഇതിൻ്റെ അകത്ത് വലുതായിട്ട് കാണാം. അതിൻ്റെ അകത്തുള്ള സബ് ഹെഡിങ്ങിൽ ജെൻഡർ ആൻഡ് ക്ലാസും പിന്നെ അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 4 മാർക്സിന് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ വരുന്നത് പോളിസീസ് ആൻഡ് പ്ലാനിങ് ഫോർ വുമൺ ഇൻ ഇന്ത്യ, ഇത് 20 മാർക്സിന് ചോദിക്കുന്ന ഒരു എസ്സേ ആണ്. പേജ് നമ്പർ 16 അകത്തുണ്ട്. പിന്നെ അതുപോലെ വേറെ ചോദിക്കുന്നത് പോളിസീസ് ഓഫ് ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊമോട്ടിംഗ് വുമൺ ഡെവലപ്മെൻറ്റ് 5 മാർക്കിന് പേജ് നമ്പർ 64-ലുണ്ട്. അത് നമ്മുടെ അതായത് ലാസ്റ്റ് ഇതന്നെയാന്ന് തോന്നുന്നു, ഫസ്റ്റ് 5 എണ്ണാന്ന് തോന്നുന്നു കേട്ടോ. 5 ഇയർ പ്ലാനിൻ്റെതാണോ ഇനി ലാസ്റ്റിലാണോ കിടപ്പുള്ളതെന്നൊന്നും അറിയില്ല കേട്ടോ, അതൊന്ന് നോക്കണം. ഇതാണ് 9th 5 ഇയർ പ്ലാനും 10th 5 ഇയർ പ്ലാനിലുമാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ജെൻഡർ ബഡ്ജറ്റിംഗ്, പേജ് നമ്പർ 64-ലുണ്ട്. 5 മാർക്കിന്. അതിൽ ചിലതൊന്നും ഞാൻ മാർക്ക് ചെയ്ത് ഇതിൽ എഴുതാൻ വിട്ടുപോയിരുന്നു കേട്ടോ ഞാൻ. പിന്നെ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ക്രിട്ടിക്കൽ ഏരിയാസ്, അതായത് 65-ലുണ്ട്. അത് നോക്കി വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് നമ്പർ 4-ലൊക്കെ എസ്സേസ് വരുമ്പോൾ ഈ ഒരു സംഭവങ്ങൾ കൂടി എഴുതാൻ വേണ്ടി പറ്റും. അതിന് പറ്റുന്നൊരു ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ക്രിട്ടിക്കൽ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വുമൺസിൻ്റെ കണ്ടീഷൻസൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പേജ് സോറി നമ്മുടെ ഇതുണ്ടല്ലോ കിടക്കണം, യൂണിറ്റ് 5 ഉണ്ട്, പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൻ്റെ അകത്ത് പോപ്പുലേഷൻ പ്രോബ്ലം 5 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് പേജ് നമ്പർ 69 ആണ്. 17 മാൽത്തേസ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ 10 മാർക്സിന് ചോദിക്കാറുണ്ട്. പിന്നെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറീസ്, ഇതെന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ചില സമയത്ത് 10 മാർക്കിനും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബുക്ക് നമ്പർ ബ്ലോക്ക് 2-ൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് 3 നോക്കാം. 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇതൊക്കെ നമ്മൾ ചെറുതിൽ പഠിച്ചതല്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ. ഈ ഒരു ബുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കേട്ടോ. ഇത് രണ്ടും കൂടുതൽ എസ്സേസ് ഇതിൻ്റെ അകത്തുനിന്ന് ചാൻസസ് ഉണ്ട്. ഈ 2 ബുക്കിൻ്റെ അകത്ത് 3 and 4-ൻ്റെ അകത്തുനിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് 20 മാർക്സിന് ചോദിക്കാറുണ്ട്. അപ്പം അതൊന്ന് നോക്കി വെക്കുക, ഹെഡിങ് സ്കിപ്പ് ചെയ്യാതെ എഴുതുക. പിന്നെ ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി either 10 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്സിനാണ് കേട്ടോ ചോദിക്കാറുള്ളത്. പിന്നെ അതുപോലെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ, അതും 10 മാർക്സിന് വരാറുണ്ട്. ഞാനിവിടെ അതിവിടെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പോളിസി ഓഫ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് അതിൻ്റെ ഒരു പോളിസി അതന്നെ ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അതുപോലെ വേറെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ്സ് ഓഫ് ഡിസഡ്വാൻറ്റേജ് ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അത് 20 മാർക്സിന് വരുന്നതാണ്. പേജ് നമ്പർ 18 ആണ് കേട്ടോ. പിന്നെ ചൈൽഡ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, അത് ഞാൻ മാർക്കൊന്നും എഴുതിയിട്ടില്ല അല്ലേ, പേജ് നമ്പർ 19 ആണ്. അതിൽ മാർക്ക് 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത് കേട്ടോ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ റൈറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അത് 10 മാർക്കിനാണ് ചോദിക്കുന്നത് കേട്ടോ. 10 മാർക്കാണേ, അതൊന്ന് മാർക്ക് ചെയ്തേക്ക്. ഞാൻ ഇതിലകത്ത് എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു, മാർക്ക് ചെയ്യാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് യൂണിറ്റ് 2 നോക്കാം. യൂണിറ്റ് 2-ൻ്റെ അകത്ത് ഹ്യൂമൻ റൈറ്റ്സ്, അത് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. പേജ് നമ്പർ 24 ആണ്. അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആൻഡ് ബേസിക് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്കിന് എസ്സേസ് വരാറുണ്ട്. അത് നെക്സ്റ്റ് പേജിലാണ്, 26-ലാണ്. അത് 5 മാർക്കിനും ചോദിക്കാറുണ്ട് കേട്ടോ. സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ബേസിക് ലിങ്കേജും പിന്നെ അതുപോലെ തന്നെ അത് 5 മാർക്കിനും ചോദിക്കാറുണ്ട്. പിന്നെ 3 ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും ചോദിക്കാറുണ്ട്. അത് പേജ് നമ്പർ 28 ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് മാത്രം പഠിച്ചാലും മതി. പിന്നെ ചോദിക്കുന്നത് പൊസിഷനിങ് ഓഫ് സോഷ്യൽ വർക്ക്, അത് നിങ്ങൾ ഈ ബുക്ക് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ഏതാണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതായത് പേജ് നമ്പർ പ്രത്യേകിച്ച് 28 വായിക്കുമ്പോഴത്തേക്ക് 3 ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതിൻ്റെ പൊസിഷനിങ് സോഷ്യൽ വർക്ക് എന്നുള്ളത്, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ യൂണിറ്റ് 3 ആണ്. ഞാൻ പറയുന്നത് സ്പീഡായി പോകുന്നുണ്ടോ എന്നറിയില്ല, പിന്നെ വീഡിയോ ലോങ് ആകുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ വെൽഫെയർ എക്കണോമിക്സ്, ഇതെന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
പേജ് നമ്പർ 36 ആണ്, 5 മാർക്കിനാണ് ചോദിക്കുന്നത്. പിന്നെ പാരറ്റോ ഓപ്റ്റിമാലിറ്റി അത് 37 ആണ്. പിന്നെ വെൽഫെയർ മാക്സിമൈസേഷൻ ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അത് 4 മാർക്സിനാണ് ചോദിക്കുന്നത്. അതെവിടെയാണ്? വെൽഫെയർ മാക്സിമം അത് എനിക്ക് ഒന്ന് നിങ്ങൾ നോക്കേണ്ടി വരും കേട്ടോ. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എവിടെ ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. യെസ് പേജ് നമ്പർ 39 ലാസ്റ്റിലുണ്ട്. പിന്നെ കേപ്പബിലിറ്റി അപ്രോച്ച് ടു വെൽഫെയർ അത് പേജ് നമ്പർ 40 ആണ്. പിന്നെ അതുപോലെ തന്നെ വെൽഫെയർ എക്കണോമിക്സ് ആണ് കേട്ടോ. കേപ്പബിലിറ്റി അപ്രോച്ച് ടു വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് അത് 10 മാർക്സിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഏതെങ്കിലും പറയാൻ മാർക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് നോക്കാം 4th ബുക്ക്, 4th യൂണിറ്റ് 4ൽ വേറെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജഡ്ജ് മെയ്ഡ് ലോ ആൻഡ് വേറെ പ്രിസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് 4 മാർക്സിനാണ് ചോദിക്കാറ്. പേജ് നമ്പർ 49 ആണ് കേട്ടോ. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിട്സ്, പിന്നെ സിവിൽ കോഡ് 5 മാർക്സ് ആൻഡ് സിവിൽ പ്രൊസീജിയർ അതും 5 മാർക്സിനാണ്. അത് പേജ് നമ്പർ 52 പിന്നെ വരുന്നതാണ് FIR. ഓക്കെ, അതിനകത്ത് സിവിൽ പ്രൊസീജിയർ പേജ് നമ്പർ 54 ആണ് കേട്ടോ. ഈ ക്രിമിനൽ പ്രൊസീജിയറിൻ്റെ അകത്താണ് FIR 4 മാർക്സിനാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ ചോദിക്കുന്നതാണ് സമൺ ആൻഡ് വാറൻറ്റ് കേസസ് അത് പേജ് നമ്പർ 57 പിന്നെ കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഓഫൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഗ്നിസബിൾ ആൻഡ് നോൺ കോഗ്നിസബിൾ ഓഫൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ബാർ കൗൺസിൽ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസും അതായത് കോഗ്നിസബിൾ ആൻഡ് നോൺ കോഗ്നിസബിൾ ഓഫൻസ് 4 മാർക്കിനാണ്. കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഓഫൻസും 4 മാർക്കിനാണ് ചോദിക്കാറ് കേട്ടോ. ഇതൊക്കെ 4 മാർക്കിനാണ്. പിന്നെ നമുക്ക് ഇതാണ് ഈ ഒരു ബുക്കിൻ്റെ അകത്തുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ബുക്ക് നമ്പർ ഈ ഒരു ബുക്കിൻ്റെ അകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിറയെ എസ്സേസ് വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇത് ചില ആൾക്കാർക്ക് പഠിക്കാൻ വളരെ ഈസിയാണ്, പക്ഷേ എന്നാലും ചില ഇങ്ങനെ അത് സബ് ഹെഡിങ്സ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 1-2 ലൈൻ എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. സബ് ഹെഡിങ്സ് സ്കിപ്പ് ചെയ്യാണ്ട് എഴുതാൻ നോക്കുക. ഇതിൻ്റെ അകത്ത് പേജ് നമ്പർ 6 ബ്ലോക്ക് 2 റൈറ്റ് ആൻഡ് പ്രിവിലേജസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ അത് അധികവും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് 20 മാർക്സിന്. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇതിൻ്റെ അകത്ത് ബുക്കിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. വോയിഡ് ആൻഡ് വോയിഡബിൾ മാരേജ് 4 മാർക്സിനാണ് ചോദിക്കുന്നത്. നോക്കട്ടെ. പിന്നെ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡൗറി പ്രോഹിബിഷൻ ആക്ട് അത് പേജ് നമ്പർ 19 അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിരിക്കും വോയിഡ് ആൻഡ് വോയിഡബിൾ മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡൗറി പ്രോഹിബിഷൻ പറയാം. പിന്നെ അതുപോലെ തന്നെ ലോ പെർട്ടേണിംഗ് ടു ഇമ്മോറൽ ട്രാഫിക്കിംഗ്, പിന്നെ ഇൻസിഡൻറ്റ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റേപ്പ് 20 മാർക്സിനാണ് വരുന്നത്. അതായത് പേജ് നമ്പർ 22 20 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം വയലൻസ് ആക്ട് 2005 അത് 10 മാർക്സിനും ചോദിക്കാറുണ്ട്. പേജ് നമ്പർ പിന്നെ ഇതാ ഇമ്മോറൽ ട്രാഫിക്കിംഗ് അത് പ്രിവെൻഷൻ ആക്ട് എന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു ചാപ്റ്ററിൽ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം വയലൻസ് ആക്ട് 2005 പേജ് നമ്പർ 31 ആണ്. 10 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് യൂണിറ്റ് 1 പിന്നെ ഇതിനകത്ത് ഈ ലെറ്റ്സ് സം അപ്പ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്ന പേജസ് ഇല്ല. അതായത് പേജ് നമ്പർ ഞാൻ മറിച്ച് പോയി 43, 42, 41 ഒക്കെ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ഒരു എളുപ്പമായൊരു രൂപത്തിൽ മനസ്സിലാവും കേട്ടോ. പിന്നെ നമുക്ക് യൂണിറ്റ് 2 നോക്കാം. യൂണിറ്റ് 2ൻ്റെ അത് ലോ ഓഫ് പേഴ്സൺ വിത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസേബിലിറ്റീസ് അത് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987 ആണ് 10 മാർക്സിനാണ് ചോദിക്കുന്നത്. ഇതൊന്നും ഞാൻ ബുക്കിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് എവിടെയാണെന്ന് കാണുന്നില്ല. പേജ് നമ്പർ 53 കിടപ്പുണ്ട് കേട്ടോ. 10 മാർക്സിനാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ചോദിക്കാറുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് പേജ് നമ്പർ 58 ചോദിക്കാറുണ്ട്. പിന്നെ ലോ ഫോർ ബോണ്ടഡ് ലേബർ അത് 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലോ ഫോർ ബോണ്ടഡ് ലേബേഴ്സ് 5 മാർക്കിനാണ്.
പിന്നെ ലോ ഗവേണിംഗ് വുമൺ റൈറ്റ്സ് അറ്റ് ലോ ഗവേണിംഗ് വുമൻസ് റൈറ്റ് അറ്റ് വർക്ക് പ്ലേസ്, അത് 10 മാർക്സിനാണ്. പേജ് നമ്പർ 65 പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961, അത് ചില സമയത്ത് 20 മാർക്സിന് എസ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെക്ക് പ്രോഗ്രസ് ടു സോഷ്യൽ ഡിസേബിലിറ്റി കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് ചെക്ക് പ്രോഗ്രസ് ടു പേജ് നമ്പർ 75 കിടപ്പുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് 1955, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു പേജ്, ഒരു ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 20 മാർക്സിന്. പേജ് നമ്പർ 72 ആ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുതുന്ന സമയത്ത് അതായത് ഇതാണ് ഈ ലെറ്റ് സമപ്പിൽ കുറച്ച് ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് എഴുതാൻ കാരണം ഈ ബുക്ക് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ലാസ്റ്റ് ബുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാം, യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3ൻ്റെ അകത്ത് റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ് സപ്പോർട്ട് ചൈൽഡ് റൈറ്റ്, അത് 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പേജ് നമ്പർ 80, ഏതാണ് റൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ അല്ലേ, ഓക്കെ, പേജ് നമ്പർ 84 ആണ്. പിന്നെ റൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്, അത് 5 മാർക്കിനാണ് കേട്ടോ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അഡോപ്ഷൻ, ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക. ഹെഡിങ് നമുക്ക് പോയിൻ്റ് എവിടെയെങ്കിലും എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ലോ റെഗുലേറ്റിംഗ് ചൈൽഡ് ലേബർ, അത് എസ് ആയിട്ടാണ് ചോദിക്കുന്നത്. പേജ് നമ്പർ 92 പിന്നെ അതുപോലെ ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ റെഗുലേഷൻ ആക്ട്, അങ്ങനെ പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 1986 എന്നുള്ളത് അത് 5 മാർക്കിന് വരാറുണ്ട്, ചില സമയത്ത് 20 മാർക്സിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ലോ റെഗുലേറ്റിംഗ് ചൈൽഡ് ലേബർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നുള്ളതും ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആണ്. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചോദിക്കുന്നത് പേജ് നമ്പർ 97 നേരത്തെ ഞാനേ ആ പ്രസിഡൻസ് പിന്നെ എന്തായിരുന്നു ജഡ്ജ് മെയ്ഡ് ലോൻ്റെ പേജ് നമ്പർ ഞാൻ പറഞ്ഞായിരുന്നു, അത് ഉള്ളിലാണ് കേട്ടോ കിടപ്പുള്ളത്. ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. പിന്നെ വേറെ ചോദിക്കുന്നത് ലോ ഗവേണിംഗ് അബ്യൂസ് ആൻഡ് ട്രഫ്ലിക്കിംഗ് എമംഗ് ചിൽഡ്രൻ, 20 മാർക്സിനും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 10 മാർക്സിനും ചോദിക്കാറുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം പേജ് നമ്പർ 95 കേട്ടോ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ലോ ഗവേണിംഗ് അബ്യൂസ് ആൻഡ് ട്രഫ്ലിക്കിംഗ് 20 മാർക്സിന് ചോദിക്കുന്നത് പേജ് നമ്പർ 100 കിടപ്പുള്ളത്. പിന്നെ ചൈൽഡ് ട്രഫ്ലിക്കിംഗ് പ്രിവെൻഷൻ ഓഫ് ഇമ്മോറൽ ട്രഫ്ലിക്കിംഗ് ആക്ട് PITA, അത് 5 മാർക്സിനാണ് ചോദിക്കുന്നത്. അതായത് പേജ് നമ്പർ 102 ലാസ്റ്റ് പാരഗ്രാഫാണ് കിടപ്പുള്ളത്. പിന്നെ ഒന്ന് ചോദിക്കുന്നത് ഇംപിഡിമെൻറ്റ് വിച്ച് കീപ് ദ ജുഡീഷ്യൽ സിസ്റ്റം ഔട്ട് ഓഫ് റീച്ച് ഫോർ വീക്കർ സെക്ഷൻ, അത് ലെറ്റ് സമ്മപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന അതായത് പേജ് നമ്പർ 103 104 കിടപ്പുണ്ട് കേട്ടോ, അതൊന്ന് വായിച്ച് നോക്കാം. പിന്നെ ഐ ഹോപ്പ് ലൈക്ക് ഇത് പേജ് നമ്പർ മാറിയിട്ടില്ല എന്നുള്ളതാണ്. 104 യെസ് അവിടെ ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് യൂണിറ്റ് 4 നോക്കാം. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ലീഗൽ എയ്ഡ് ആണ്. ആദ്യം ലീഗൽ എയ്ഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഗൽ എയ്ഡ് 4 മാർക്സിനാണ് ചോദിക്കുന്നത്. പേജ് നമ്പർ 113 ആണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഗൽ എയ്ഡ് ചോദിക്കാം, 114 ആണ്. പിന്നെ ചോദിക്കുന്ന റോൾ ഓഫ് സോഷ്യൽ വർക്കർ ആൻഡ് ലീഗൽ എയ്ഡ് ആൻഡ് ലീഗൽ അസിസ്റ്റൻസ്, അത് ലാസ്റ്റുള്ള ഹെഡിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഇവനോട് പേജ് അതിന് മുമ്പുള്ള പറഞ്ഞുതരാം. പിന്നെ സോഷ്യൽ അഡ്വക്കസീസ് ചോദിക്കാറുണ്ട്, അത് 5 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. സോഷ്യൽ അഡ്വക്കസി എന്നുള്ളത് ഈ റോൾ ഓഫ് സോഷ്യൽ വർക്കർ ഉണ്ടോ 118, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് പബ്ലിക് ലിറ്റിഗേഷൻ അല്ലേ, അത് വരുന്ന സോഷ്യൽ അഡ്വക്കസി പേജ് നമ്പർ 120 ആണ് സോഷ്യൽ അഡ്വക്കസി ഉള്ളത്. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 122 ആണ്, അതും കൂടി ഒന്ന് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഓഫ് ദി റൈറ്റ് ടു ഇൻഫോർമേഷൻ, അത് ഡ്രോബാക്സ് ഓഫ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, അത് നമ്മുടെ ഈ ഒരു PILൻ്റെ ഡ്രോബാക്സും കൂടി ചില സമയത്ത് ചോദിക്കാറുണ്ട്. 1 to 4 ആണ് കേട്ടോ ഉള്ളത്. അപ്പം പിന്നെ അതുപോലെ വേറെ ചോദിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഓഫ് ദി റൈറ്റ് ടു ഇൻഫോർമേഷൻ, എനിക്ക് എവിടെയാണ് ഓർമ്മയില്ലല്ലോ. യെസ്, പേജ് നമ്പർ 130 കിടപ്പുണ്ട് കേട്ടോ, അത് ഒന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ ലീഗൽ എയ്ഡ് ആൻഡ് ലീഗൽ അസിസ്റ്റൻസ്, അത് 10 മാർക്സിനാണ് ചോദിക്കുന്നത്. പിന്നെ റൈറ്റ് ഓഫ് ദി എൽഡർലി, അത് 4 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. അത് നെക്സ്റ്റ് പേജിൽ തന്നെ കിടപ്പുണ്ട്. അതായത്
113 ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇത് ലീഗൽ, ഒരു മിനിറ്റ്, ലീഗൽ എയ്ഡ് അവിടെയല്ല, ലീഗൽ എയ്ഡ് സോഷ്യൽ വർക്കേഴ്സ് ചോദിക്കുന്നത് 136 ആണ്, പേജ് നമ്പർ 4.8 പിന്നെ റൈറ്റ് ഓഫ് എൽഡർലി അധികവും ചോദിക്കുന്നതാണ് 139 ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു 04-ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ msw617@gmail.com അയക്കാം, അല്ലെങ്കിൽ idle_learning ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വോയിസ് അയക്കാം. സോ ബൈ.